ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിലെ മർക്കോസിന്റെ സുവിശേഷത്തിലെ 11 അധ്യായത്തിലെ 9-10 തിരുവചനം വായിക്കാം. അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. നോമ്പ് കാലത്തിൻ്റെ 7ാമത്തെയും അവസാനത്തേതുമായ ആഴ്ച വലിയ ആഴ്ച എന്ന് അല്ലെങ്കിൽ വിശുദ്ധവാരം എന്നും അറിയപ്പെടുന്നു. യേശു ജെറൂസലം നഗരത്തിലേക്ക് അനേകായിരങ്ങളുടെ അഹമ്പടിയോടെ ഹോസാന വിളിച്ച് അതിൻ്റെ മധ്യത്തെ കഴുതപ്പുറത്ത് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് തുടങ്ങുന്ന വിശുദ്ധവാരം യേശുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഉയിർപ്പ് തിരുനാളോടെയാണ് സമാപിക്കുന്നത്. ഈ 2 ഞായറാഴ്ചകൾക്കും മധ്യേ യേശുവിൻ്റെ ജെറൂസലേമിലെ സുവിശേഷ പ്രഘോഷണം, യഹൂദ നേതൃത്വമായുള്ള അതിരൂക്ഷമായ സംഘട്ടനം, പെസഹ ആചരണം, പീഡാനുഭവം, കുരിശുമരണം എന്നിവ അനുസ്മരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് വലിയ ആഴ്ച അഥവാ പീഡാനുഭവ വാരം ആരംഭിക്കുന്ന ഞായറാഴ്ച ഓശാന ഞായർ എന്നും കുരുത്താല തിരുനാളെന്നും കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്നുണ്ട്. തൻ്റെ അത്ഭുത പ്രവൃത്തികളും അതുവഴി വെളിപ്പെടുത്തുന്ന വ്യക്തിത്വവും ആരെയും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് നിർബന്ധമായി ആവശ്യപ്പെടുന്ന യേശു ഇപ്പോൾ പതിവിന് വിരുദ്ധമായി മുൻകൈയെടുത്ത് തലസ്ഥാന നഗരിയായ ജെറൂസലമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നു. ഇതോടെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവ പരമ്പരകൾ തുടങ്ങുകയായി. 4 സുവിശേഷങ്ങളും ഈ സംഭവം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ അനേകം പ്രവചനങ്ങളുടെയും പ്രതീകങ്ങളുടെയും പൂർത്തീകരണം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് കഴുത വിനയത്തിൻ്റെ മാതൃകയായിട്ടാണ് കഴുത ബൈബിളിൽ പരിഗണിക്കപ്പെടുന്നത്. യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് കുതിരപ്പുറത്ത് പോകുന്നു, എന്നാൽ യുദ്ധം ജയിച്ച് നഗരത്തിലേക്ക് മടങ്ങി വരുന്നത് കഴുത പുറത്തായിരിക്കും. സമാധാനം പുനഃസ്ഥാപിച്ചതിൻ്റെ അടയാളം കൂടിയാണ് കഴുത. യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ സന്ദേശമാണ് ലഭിക്കുന്നത്. അതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. സക്രിയയുടെ പുസ്തകത്തിലെ 9 അധ്യായത്തിലെ 8 ഇങ്ങനെ പറയുന്നുണ്ട്, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സക്രിയയുടെ പുസ്തകത്തിലെ 9 അധ്യായത്തിലെ 9 തിരുവചനമാണ് നമ്മൾ വായിച്ചത്. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. ഹോസാന എന്ന വാക്ക് ഒരു പ്രാർത്ഥനയും ഒപ്പം ഒരു ജയ് വിളിയുമാണത്. കർത്താവെ രക്ഷിക്കണേ എന്നർത്ഥമുള്ള ഹോഷേന എന്ന 2 ഹീബ്രു വാക്കുകൾ ലോപിച്ചതാണ് ഹോസാന. മിശിഹ രാജാവിനെ അയച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ആയിരുന്നു അത്. പിന്നീട് രാജാവിനെ എതിരേൽക്കുന്ന ജയവിളിയായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ജനത്തെ രക്ഷിക്കാനായി ദൈവം അയക്കുന്ന മിശിഹ രാജാവാണ് ഇവിടെ വിവക്ഷ. ഹോസാന വിളിയും ഉദ്ഘോഷണവും ജനം കൈകളിൽ എന്നുന്ന ഈന്തപ്പനയോലും എല്ലാം തന്നെ 118 സങ്കീർത്തനത്തിൽ കാണുന്നവയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 12 അധ്യായത്തിലെ 13 തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. നാഥാന്റെ പ്രവചനത്തിൽ അടിസ്ഥാനമാക്കി ദാവീദിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുമെന്നും ജനം പ്രതീക്ഷിക്കുന്നു. എന്നാൽ BC 587 ദാവീദിന്റെ വംശത്തിലെ അവസാനത്തെ രാജാവായ സെദക്കിയ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. അതോടെ ദാവീദിന്റെ രാജ്യം നാമവശേഷമായി, സിംഹാസനം ശൂന്യമായി. ഇനിയും ഒരു രാജാവ് വരും, ദാവീദിന്റെ രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ ജനം അന്നാലും കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ പൂർത്തീകരണമായി യേശുവിൻ്റെ നഗരപ്രവേശനത്തെ അവർ കണ്ടു. ആഹ്ലാദിച്ച് ആർത്തു വിളിച്ചു, യേശു രാജാവാണ്. എന്നാൽ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചതുപോലെയുള്ള രാജാവല്ല യേശു.
ദാവീദിന്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ അവനല്ല. യേശു സ്ഥാപിക്കുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ദൈവമക്കൾക്കും അവകാശം ഉളവാക്കുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലേക്ക് സന്തോഷം, അതാണ് ദൈവത്തിന്റെ രാജ്യം. റോമാക്കാരുടെ പുസ്തകത്തിലെ 14-17 യേശു സായിത്തമാക്കുന്ന അല്ലെങ്കിൽ യേശു സ്ഥാപിക്കുന്ന രാജ്യം അതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ദൈവമക്കളും അവകാശികളുമാക്കുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ഉളവാക്കുന്ന രാജ്യം. പക്ഷേ യഹൂദന്മാരുടെ പ്രതീക്ഷ അതല്ലായിരുന്നു. എല്ലാവർക്കും ലഭ്യമാക്കുന്ന ദൈവഭരണമാണ് യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യം. യേശുവിനെ രാജാവായി പ്രഘോഷിക്കുകയും ഹോസാന വിളിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നവർ ഓർക്കണം യേശുവിന് രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾ. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നേ ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യോഹന്നാന് 13:34 പറഞ്ഞത്. ഏറ്റവും ചെറിയവർക്ക് ഈ സ്നേഹം അനുഭവവേദ്യമാകണം. ഓശാന ഞായർ അതിനുള്ള ഒരു ക്ഷണമായി നമുക്ക് കരുതണം. ഓശാന അപ്പോൾ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ച ദിവസമാണ്. യേശു സ്ഥാപിച്ച രാജ്യത്തിൻ്റെ ദിവസമാണ്. പക്ഷെ ആ രാജ്യം ഇസ്രായേൽ പ്രതീക്ഷ വെച്ച പോലെയുള്ള രാജ്യമല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും അധികാരം പോലെയാകുന്ന, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നൽകുന്ന ഒരു ദൈവരാജ്യമാണത്. അതുകൊണ്ടാണ് അവർ ഭൗതികതയിലായി നിറഞ്ഞ ഒരു രാജ്യത്തിനെ കുറിച്ച് ചിന്തയായിരുന്നു യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും അവർ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാതിരുന്നത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഇന്ന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ ആഘോഷിക്കുമ്പോൾ, ആ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ രാജ്യത്തിലെ അവകാശികളായി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ ആ രാജ്യം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിലേക്ക് നമ്മൾ വിളിക്കിട്ടുമ്പോൾ, ആ രാജ്യത്തിൻ്റെ അവകാശിയായിട്ട്, ആ രാജ്യത്തിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ തീരുമ്പോൾ, ആ രാജ്യത്തിൽ എല്ലാവരെയും നീതിയും സമാധാനം പരിശുദ്ധമുള്ള സന്തോഷമാണെന്നുള്ള വ്യക്തമായ ചിന്ത വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം നമുക്ക് മനസ്സിലാക്കട്ടെ. അവൻ്റെ മുമ്പിൽ നടന്ന് വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ ദാവീദിന്റെ സമാഗമ രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, അവൻ്റെ രാജ്യത്തിലെ അംഗമായി തീർന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അവനോടൊപ്പമായിരിക്കാനായിട്ട് തീരാനായിട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഈ നോമ്പ് കാലത്തിൽ വിശുദ്ധിയോടുകൂടെ പൂർണ്ണമായി അവനെ കണ്ടുകൊണ്ട്, അവൻ്റെ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വചനങ്ങളെ ഗൃഹസ്ഥമാക്കിക്കൊണ്ട്, ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാണവായയാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നിന്റെ വചനങ്ങൾക്കുള്ള കൊണ്ട് നിന്റെ ദൈവരാജ്യത്തിൽ അംഗങ്ങളായി മാറ്റാൻ കിട്ടിയ വലിയ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വചനം സ്വീകരിക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങൾ, വരദാന ഫലങ്ങൾ കൊടുക്കണമേ. ഈ വചനങ്ങൾക്ക് എല്ലാ മക്കളും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ.